ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തോരൻ വെക്കാൻ പോകുന്ന ഈ ചീരയാണ്. ഈ ചീരയും പരിപ്പും കൊണ്ടാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് തോരൻ വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് സാമ്പാർ പരിപ്പ് അല്ല, സാമ്പാർ പരിപ്പല്ല, സാമ്പാർ ചീര എന്നാണ്. സോറി. ഇത് നല്ല ഒരു റോസ് കളറുള്ള പൂവുണ്ട്. അത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കേ. ഈ ചീരത്തോരന് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറുജീരകം, 2 വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, തേങ്ങ, 2 പച്ചമുളക് ഇവയാണ്. ഞാൻ ചീരയെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പരിപ്പ് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ കടുക് വറക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കിടാം. കടുകും ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചീര ഇടാം. ചീര വാടിയിട്ട് അത് കഴിഞ്ഞ് തീയ റിസീറ്റ് ചെറുതായി ഉപയോഗിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് വെള്ളമൊക്കെ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇടാം. വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റും ഈ ചീരത്തോരന്. ഇത് വളരെ പോഷകസമൃദ്ധമാണ്. ഈ സാമ്പാർ ചീരയ്ക്ക് ഒത്തിരി പോഷകങ്ങൾ ഉള്ളതാണ് സാധാരണ ചീരയേക്കാൾ അപേക്ഷിച്ച്. ഈ ചീര വീട്ടിലുള്ളവരെല്ലാം ഒന്ന് തോരൻ വെച്ച് നോക്കുക. ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരത്തോരനാണിത്. എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കണേ. ഈ പരിപ്പ് ഒന്ന് നല്ലോണം ഉടച്ച് ഇതിലൂടെ മിക്സാകണം.
നിങ്ങൾക്ക് എൻ്റെ പാചകം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചീരയൊക്കെ മിക്കവരുടെ വീടുകളിലും കാണുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെന്ന് തോരനൊക്കെ വെച്ച് ഒന്ന് നോക്കണം. ഇതൊക്കെ വിഷമില്ലാത്ത സാധനങ്ങളല്ലേ. ഇപ്പോൾ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ വിഷമുള്ളതാണ്. ഈ നമ്മുടെ വീട്ടിലുള്ള ചീരയും ഒക്കെ കൊണ്ട് നമ്മൾ ഫുഡുണ്ടാക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഫുഡുണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ വിജയിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ആ ചീരത്തോരൻ. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പ്ലീസ്. താങ്ക് യു.